എന്തുകൊണ്ടാണ് ഗംഗ 7 കുട്ടികളെ നദിയിൽ എറിഞ്ഞത്? ഗംഗയോട് നമുക്കൊരു വെറുപ്പ് പിടിക്കരുത്. അതിന് റീസൺ ഉണ്ട്. ഏതൊരു പ്രശ്നത്തിന്റെ പിറകിലത്തെ കാരണത്തെ കണ്ടെത്താതെ പ്രശ്നത്തിന് വിധിന്യായം നിശ്ചയിക്കരുത്. അത് ഭാരതത്തിലെ കോടതികൾ മാതൃകയാണ്. നിങ്ങളൊരു കൊലപാതകം ചെയ്താലും നിങ്ങൾക്ക് വക്കീലിനെ വെച്ചിട്ട് നിങ്ങളുടെ ഭാഗം പറയാം. കോടതിക്ക് ബോധ്യം വന്നാൽ നിങ്ങൾ ശിക്ഷ തരും. വർഷങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കുറ്റവാളിക്ക് ശിക്ഷ വിധിക്കുന്നത്. അതുകൊണ്ട് ഭാര്യ ഇന്നേ ചെയ്തു, മകൻ ഇന്നേ ചെയ്തു, മകൾ ഇന്നേ ചെയ്തു. വാട്ട് ഇസ് ദ റീസൺ? എന്തായിരുന്നു അതിന്റെ കാരണം? കാരണത്തെ കണ്ടെത്തുന്നതിന് മുമ്പ് അഭിപ്രായം പോലും പറയരുത് എന്നാണ് ചാണക്യന്റെ നീതിശാസ്ത്രം പറയുന്നത്. ഒരു വിഷയത്തിലെ കാരണത്തെ കൃത്യമായിട്ട് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ അതിൽ അഭിപ്രായം പറയരുത്. അഭിപ്രായം പറഞ്ഞാൽ എന്തായി അറിയുന്നോ? നിങ്ങൾ ആ അഭിപ്രായം പറഞ്ഞു എന്ന് രേഖപ്പെടുത്തപ്പെടും. പിന്നെ ആ അഭിപ്രായത്തെ മാറ്റുവാനും പണിയായിരിക്കും. നിങ്ങളാണ് തെറ്റ് എന്ന് ഞാൻ പറഞ്ഞു, കാരണം മറ്റേ വാദം കേൾക്കാതെ. മറ്റേ വാദം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തെറ്റുകാരൻ പൂർണ്ണമായിട്ടും ഒന്നാമത് പറഞ്ഞ ആളായിരുന്നു. പക്ഷെ ഒന്നാമന്റെ വാദങ്ങളെ മാത്രം കേട്ടപ്പോൾ എനിക്ക് തോന്നി രണ്ടാമനായിരുന്നു തെറ്റെന്ന്. പക്ഷെ രണ്ടാമൻ എന്റെ റിയാലിറ്റി മുഴുവൻ പറഞ്ഞു. ഞാൻ അയാളുടെ മുഖത്ത് തല്ലിയത് ശരി തന്നെയാണ്. എന്താ തല്ലാൻ കാരണം? അത് ഇന്നേ കാരണമായിരുന്നു. 1 2 3 4 കാരണങ്ങൾ മുഴുവൻ കേട്ടപ്പോ എന്താ നീ നേരത്തെ കൊടുക്കാതിരുന്നത് എന്ന് ഞാൻ ചോദിക്കും. മക്കളെ തനിച്ചാക്കി ഭാര്യ കാമുവിനൊപ്പം ഒളിച്ചോടിപ്പോയി. അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വാട്ട്സ് ദ റീസൺ? എന്താ കാരണം? ഭാര്യയോട് ചോദിക്കണം. നരകയാതന ആ വീട്ടിൽ അനുഭവിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കൗൺസിലിംഗ് കേസ് വന്നു. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ് ചെയ്യുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഈ സ്ത്രീയാണ്, ലേഡി കൗൺസിലറാണ്. അവർ പറയാം, നിങ്ങൾ എന്താ 2-3 കൊല്ലം മുമ്പ് പോവാതിരുന്ന? അത്രയും നരകപ്പാടായിരുന്നു ആ പുരുഷൻ ആ സ്ത്രീക്ക് ആ വീട്ടിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും തല്ലുമായിരുന്നു. സംശയം, 100 കൂട്ടം പ്രശ്നങ്ങളായിരുന്നു. നമ്മുടെ വിഷയം എല്ലാത്തോണ്ടും അതിനെ കടക്കുന്നില്ല. എന്തിന്റെയും കാര്യകാരണ സഹിതം മനസ്സിലാക്കുക എന്ന് മഹാഭാരതത്തിലെ തത്വം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ അഷ്ടവസുക്കൾ ദേവന്മാർക്ക് തുല്യമായ ഒരു പൊസിഷനാണ്. അഷ്ടവസുക്കൾ 8 പേര്. ഇവരിങ്ങനെ ഒരു ടൂർ പോയപ്പോ ആരെ കണ്ടു? വസിഷ്ഠ മുനിയുടെ കാമധേനുവിനെ കണ്ടു. അതിസുന്ദരിയായ വെള്ള പശു. കാമധേനു കേട്ടിട്ടില്ലേ? അപ്പൊ 8ാമൻ പറഞ്ഞു, മുനി അവിടെ ഒന്നുമില്ല, നമുക്കിതിനെ പൊക്കാം, മോഷ്ടിക്കാമെന്ന്. 7 പേര് പറഞ്ഞു, അയ്യോ പാടില്ല, മോഷണം പാപാണ്. 8ാമൻ പറഞ്ഞു, ഇത്രയും നല്ലൊരു പശു കാട്ടിൽ മുനിക്ക് എന്തിനായി പശു? എന്ത് ചോദിച്ചാലും തരുന്ന പശുവാണ്, നമുക്ക് പൊക്കാം. 7 പേര് പറഞ്ഞു, വേണമോ? 8ാമൻ പറഞ്ഞു, പൊക്കാന്നേ. എന്നാ പൊക്കാം. തെറ്റ് ചെയ്യുവാൻ ആളുകൾ നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മദ്യപിക്കുന്ന ആളുകൾ കുറെ ന്യായങ്ങൾ പറയാറുണ്ട്. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ദിവസവും ഒരു പെഗ് അടിക്കാം. ഏത് ഡോക്ടർ? അങ്ങനെ ഒരു ഡോക്ടറും ലോകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് കുടിക്കുന്നവന് അതിനൊരു ശാസ്ത്രീയമായ പിൻബലം കൊടുക്കുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ആ ഡോക്ടർ എനിക്കൊന്ന് കാണും. അതെങ്ങനെയാണ് സംഭവം? ഒരു പെഗ് ദിവസം അടിക്കുന്നത് കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന്, ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്ന ഈ സാധനം? അങ്ങനെ പറഞ്ഞുവെങ്കിൽ അയാൾ MBBS ഒന്നും കഴിഞ്ഞിട്ടില്ല, ഏതോ വ്യാജനായിരിക്കും, 10ാം ക്ലാസ് പുസ്തകം കൊണ്ട് നടക്കുന്ന ആൾ. അത് അവർ ന്യായീകരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ മദ്യപാനത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പ്രേരണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒടുവിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ചോദിച്ചു നോക്കാം. അതിനങ്ങനെയാണ് അതിന് അഡിക്റ്റൊക്കെ അടിമയായി പോകുന്നു. ഇതുപോലെ 8ാമൻ 7 പേര് തെറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ 8ാമന്റെ വാക്ചാതുര്യത്തിൽ 7 പേരും അവര് സപ്പോർട്ട് ചെയ്തു. നമുക്ക് പോക്കാം. അതാ ചില നെറ്റ്വർക്ക് മണി ചെയിൻ മാർക്കറ്റ് കമ്പനീന്റെ ആളൊക്കെ വീട്ടിൽ വന്നാണ്ടല്ല, വരണ്ടവൻ വരണം, ബാങ്കിലെ പൈസ മൊത്തം എടുത്ത് നമ്മളെ കൊടുക്കും. എന്നിട്ട് അയ്യോ എന്നെ 20 ലക്ഷം പോയേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ വില വിളിക്കും. നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്താ അതിന്റെ പേര് എന്നോട് മറന്നുപോയി. ഒരു വീട്ടിൽ നിന്ന് 10 ലക്ഷം രൂപയ്ക്കാണ് പോയത്. നല്ല സാമർഥ്യമുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഊരി കൊടുക്കും? വാക് സാമർത്ഥ്യത്തിന് അങ്ങനെ പ്രാധാന്യം. ഏറ്റവും കൂടുതൽ ആളുകളെ പറ്റിക്കുന്നത് മലയാളി രാവിലെ എണീക്കുന്ന തന്നെ എന്നെ വന്നാരെങ്കിലും പറ്റിക്കൂ എന്ന് പറഞ്ഞിട്ടാണ്. എത്ര പറ്റിക്കൽ കമ്പനികളുള്ളത്! എന്തൊക്കെ ആട്, മാൻസു, കേക്ക്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആട്ടിനെ വളർത്തും. എത്ര ലക്ഷം ആൾക്കാർ കൊടുത്ത് അവൻ ആട്ടിനെ വളർത്തിയ ഇല്ല. അപ്പൊ അങ്ങനെ പ്രേരണകൾ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുവാൻ. അതുകൊണ്ടാണ് ബീവറേജിന്റെ മുന്നിൽ ഏതാക്കിയോ? നിങ്ങളുടെ കണ്ണൂരിലൊക്കെ അങ്ങനെ തന്നെയാണ്. ബീവറിന്റെ മുന്നിൽ ക്യൂ കുറവാണോ? അല്ല, വലിയ ക്യൂ. മിൽമാ ബൂത്തിന്റെ മുന്നിലാണോ ബീവറിന്റെ മുന്നിലാണോ ഏറ്റവും വലിയ ക്യൂ? ബീവറിന്റെ മുന്നിൽ. വിഷുവിന്റെ ആരസൊക്കെ വലുതായിരിക്കും അല്ലേ?
നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുവാൻ ചെറിയ പ്രേരണ, നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ശക്തമായ പിൻബലം ഉണ്ടാവണം. രാവിലെ 8 മണി വരെ കിടന്നുറങ്ങുവാൻ കുട്ടികളെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, അവർ ഉറങ്ങിക്കോളും. 5 മണിക്ക് എണീക്കണമെങ്കിൽ മുഖത്ത് വെള്ളം തളിക്കേണ്ടി വരും. നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നിരന്തരം പ്രേരണ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മറിച്ച് ചീത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ചെറിയ ഒരു മോട്ടിവേഷനേ ആവശ്യം വരുള്ളൂ. കാരണം താമസ ഗുണം എല്ലാവരുടെയും ഉള്ളിലുണ്ട്, അത് പെട്ടെന്ന് പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് വിദ്യാർത്ഥിക്ക് 5 ലക്ഷണം പറയുന്നത് അല്ലെ? കാകദൃഷ്ടിർ ഭഗദ്ധ്യാനം ശ്വാനനിദ്ര തദൈവച അല്പാഹാരം ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം. കാക്കയെ പോലെ സൂക്ഷ്മത, കൊക്കിന്റെ ഏകാഗ്രത. ഉറക്കം എന്തിനാ പറയുന്നത്? പോത്തിനെ പോലെയല്ല, പട്ടിയെ പോലെ ഉറങ്ങണമെന്നാണ്. ഉറക്കത്തിൽ ഉണർന്നിരിക്കുന്നവൻ പട്ടി. വീട്ടിന്റെ ഗേറ്റിന് ആരെങ്കിലും തട്ടിയാൽ നമ്മളാണോ പട്ടിയാണോ ആദ്യം എണീക്കുക? നമ്മൾ എണീക്കുവോ? ഇല്ല. ആ താള് കയറി വന്നാൽ നമ്മൾ ചിലപ്പോൾ എണീച്ചു വരില്ല അല്ലേ? അങ്ങനത്തെ ഉറക്കമുണ്ടാവും. ശ്വാനനിദ്ര, അല്പാഹാരം, പോഷകസമ്പുഷ്ടമായ ആഹാരം, ജീർണവസ്ത്രം, വസ്ത്രം പരമാവധി കാലം ഉപയോഗിക്കുക, ലളിത വസ്ത്രം. ഏതത് വിദ്യാർത്ഥി ലക്ഷണം. വിദ്യാർത്ഥിയുടെ സുഖം, സുഖാർത്ഥിയുടെ വിദ്യ. വിദ്യാർത്ഥിക്ക് സുഖമില്ല, സുഖാർത്ഥിക്ക് വിദ്യയുമില്ല. ഞങ്ങള് ഈ ഡിഗ്രി കുട്ടികൾക്ക് വേണ്ടി ഏപ്രിൽ മെയ് മാസങ്ങളിൽ ക്യാമ്പയിൻ നടക്കും. അപ്പോൾ വളരെ രസകരമായ ഒരുപാട് ബിരുദന്മാരുണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാൻ ഒരു പയ്യനോട് പറഞ്ഞു, അവൻ വല്ലാതെ വികൃതി കളിക്കുന്നു നമ്മുടെ ക്ലാസ്സിൽ. അപ്പോൾ അവനോട് പറഞ്ഞു, മോനെ 5 വർഷം കഷ്ടപ്പെട്ടാൽ 50 കൊല്ലം സുഖിക്കാം. 5 വർഷം കഷ്ടപ്പെട്ടാൽ, ഇപ്പം നീ ഡിഗ്രി പഠിക്കുകയാണ്, 5 കൊല്ലം നീ ഒന്ന് പ്ലാൻ ചെയ്ത് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്ത് നിന്റെ പ്ലാനിങ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നിനക്ക് 50 കൊല്ലക്കാലം സുഖിക്കാൻ പറ്റുന്ന ജോലിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റും. നീ 5 വർഷം സുഖിച്ചാലുണ്ടല്ലോ 50 കൊല്ലം കഷ്ടപ്പെടേണ്ടി വരും. നിനക്ക് ഏതാ വേണ്ടത്? അവന് 2ാമത്തെ മതിയെന്ന്. ഏത്? 5 കൊല്ലോ സുഖിക്കല്. അച്ഛന്റെ മൊബൈൽ നമ്മൾ റീചാർജ് ചെയ്ത് കൊടുക്കണം അല്ലേ? എല്ലാം നമ്മളാണ് ചെയ്ത് കൊടുക്കേണ്ടത്. 5 കൊല്ലം അവൻ സുഖിക്കും, 50 കൊല്ലം എന്ത് ചെയ്യാം? ഞാൻ കഷ്ടപ്പെട്ടോളാം. ഈ വികലമായ കാഴ്ചപ്പാട്. ഗോൾ സെറ്റിംഗ് 10 വയസ്സിനുള്ളിലാണ്. ഗോൾ സെറ്റിംഗ് ഉള്ള കുട്ടികൾക്ക് ഗോൾ സെറ്റ് ചെയ്യണം. 10 വയസ്സിനുള്ളിൽ 15 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ എന്തായിത്തീരും. ഇപ്പൊ നമ്മൾ 200 കുട്ടികളെ IAS പഠിപ്പിക്കുന്നുണ്ട്. സങ്കൽപ് IAS നിങ്ങൾ കണ്ണൂരിലാണല്ലോ സങ്കൽപ് IAS. അവരുമായിട്ട് ക്ലബ് ചെയ്തിട്ട് 8ാം ക്ലാസ്സിന് മേലെ പഠിക്കുന്ന 200 കുട്ടികൾക്ക് സിവിൽ സർവീസ്, IAS അല്ല, സിവിൽ സർവീസ് ട്രെയിനിങ്. 22 ടൈപ്പ് ഓഫ് സിവിൽ സർവീസ് ഉണ്ട്. 21 വയസ്സ് പൂർത്തിയാകുന്ന ഏതൊരാൾക്കും സിവിൽ സർവീസ് പരീക്ഷ ചെയ്താൽ മിനിമം ഒരു ഡിഗ്രി വേണ്ടു. 32 വയസ്സ് വരെ ചെയ്താൽ 6 പ്രാവശ്യം ചെയ്താൽ. നമ്മുടെ മക്കൾക്ക് IAS ആവണം, കലക്ടർ, പോലീസ് ഓഫീസർ എന്ന് കേട്ടിട്ടില്ലേ? ഇതെങ്ങനെയാവും? നമ്മളെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഹിന്ദു മാതാപിതാക്കൾ ഡോക്ടർ, എഞ്ചിനീയർ, ഇതിന്റെ അപ്പുറം ഒരു സാധനം അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ BSc നേഴ്സ്. എന്തേ നമ്മുടെ കുട്ടികളെ സിവിൽ സർവീസിന് പറഞ്ഞേക്കണം തോന്നാത്തത്? ബ്യൂറോക്രാറ്റുകളും ഡെമോക്രാറ്റുകളും. ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 5 കൊല്ലത്തേക്ക് നമ്മൾ ഇവിടെ ഒരു വാർഡിൽ മെമ്പറെ തെരഞ്ഞെടുത്തു അല്ലേ? 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷ രീതിയിൽ അയാൾ വെറുതെ തിരിച്ച് പണി കൊടുത്തൂടെ? 5 കൊല്ലം കഴിഞ്ഞാൽ. മറിച്ചൊരു കലക്ടർ 55 വയസ്സ് കഴിഞ്ഞാലേ റിട്ടയർഡ് ആവും. രാജ്യത്തെ നിയന്ത്രിക്കുന്നത് ബ്യൂറോക്രാറ്റുകളാണ്. രാജ്യത്തിന്റെ ഭരണതന്ത്രത്തെ തിരിക്കുന്നത് ബ്യൂറോക്രാറ്റ്. ഡെമോക്രസി നമ്മുടെ മന്ത്രിമാർക്കൊന്നും കാര്യമായിട്ട് വിവരങ്ങളൊന്നും വേണ്ട, വിവരമൊന്നുമില്ല. നമ്മുടെ ശിവൻകുട്ടിയൊക്കെ നന്നായിട്ട് നാട് ഭരിക്കുന്നില്ലേ? അതൊന്നും അറിയുന്നില്ല സംഭവം. അതൊക്കെ ഒപ്പിടാനൊക്കെ നല്ല ആളുകളുണ്ട്. അതിന് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. മന്ത്രിയുടെ മണിസ 3ാം ക്ലാസ് ആയിരുന്നു. ഞാൻ ഒരു മന്ത്രിയെ അവഹേളിക്കാൻ പറഞ്ഞതല്ല, പക്ഷെ ആ ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് വർക്ക് ചെയ്തു. എന്തുകൊണ്ടാ? അവിടെ ഏറ്റവും സമർത്ഥരായിട്ട് IAS അങ്ങനെയുള്ള ആളുകൾ വരും. അവരായിരിക്കും ഇതിന്റെ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുക. അപ്പോ ഈ ബ്യൂറോക്രാറ്റുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ ധർമ്മിഷ്ഠരായിട്ടുള്ള ആളുകൾ വരണം, രാഷ്ട്രബോധമുള്ള ആളുകൾ വരണം. അതിന് നമ്മൾ ഹിന്ദുക്കൾ എന്ത് ചെയ്യണം? നിങ്ങളത് പ്ലാൻ ചെയ്യണം. അടുത്ത ബാച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ IASന്റെ സെന്റർ ഇവിടെയാ, സങ്കൽപ് IAS, കണ്ണൂർ ജില്ലയില്ല. സ്ഥലത്തിന്റെ പേരിനോട് വിട്ടു. ഞാൻ കഴിഞ്ഞ മാസം അവിടെ പോയിരുന്നു. 45 കുട്ടികൾ അവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് അവിടെ താമസിച്ച് പഠിക്കാം. ഭാരതത്തിലെ 60% സിവിൽ സർവീസുകാരെയും സർവീസിലെത്തിക്കുന്ന സംഘടനയുടെ പേരാണ് സങ്കൽപ് IAS. ഡൽഹിയാണ് ആസ്ഥാനം. നമുക്ക് അതിന്റെ വാല്യൂ തിരിയില്ലല്ലേ? നേരത്തെ ഞാൻ കസ്തൂരിമാനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടത്തിലെ പ്രസ്ഥാനം സങ്കൽപ് IASലെ ട്രെയിനേഴ്സ് ആണ് ഭാരതത്തിലെ സിവിൽ സർവീസിലെ 60% ആളുകളെയും സിവിൽ സർവീസിന് യോഗ്യരാക്കി തീർക്കുന്ന ട്രെയിനിങ് സെന്ററിന്റെ പേരാണ് സങ്കൽപ് IAS ഭാരത്.
അതിന്റെ ബ്രാഞ്ച് നിങ്ങളുടെ ജില്ലയിലാണ്. എത്ര പേർ അവിടെ പോയി ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ, 1-2 ആളുകളെ പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അറിയണതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കാര്യത്തെ അറിഞ്ഞിട്ട് കാരണത്തെ അറിഞ്ഞ് കാര്യത്തെ വിലയിരുത്തുക. അപ്പോ ഇവര് പശുവിനെ പൊക്കിയതും വസിഷ്ഠ മുനി കയ്യോടെ പിടിച്ചു. 8 പേരെയും ശപിച്ചു. ഭൂമിയിൽ മനുഷ്യന്മാരായി ജീവിച്ചു പോട്ടെ. ദേവന്മാര് മനുഷ്യന്മാരായി ജീവിക്കാൻ വന്നാൽ 7 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് തട്ടുകടയിൽ പോയ പ്രതീതിയായിരിക്കും. അതുകൊണ്ട് ഇവർ കരഞ്ഞു കാല് പിടിച്ച് പറഞ്ഞപ്പോൾ 7 പേരെ പ്രേരിപ്പിച്ചവൻ 8-മനാണ്. അവൻ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കട്ടെ, നിങ്ങൾ ഗംഗയുടെ വയറ്റിൽ ശന്തനു കാരണം ജനിച്ച് തിരിച്ചു വന്നോട്ടെ എന്ന് പറഞ്ഞു. അതാട്ടോ ഇപ്പം ഗംഗയോടുള്ള വെറുപ്പൊക്കെ പോയില്ല. കാരണത്തെ അറിഞ്ഞാൽ ഇങ്ങനെയാണ്. അങ്ങനെ ശന്തനു മഹാരാജാവ് ഗംഗയെ കഴിച്ചു. ഗംഗാദത്തൻ ആ സമയത്ത് കുറെ കാലം കഴിഞ്ഞപ്പോ രാജാവ് സത്യവതിയെ കണ്ടു. അവരോടും പറയാം. സത്യവതി മുക്കുവ സ്ത്രീയാണ്. അതിഹൃദ്യമായ സുഗന്ധമുള്ളവൻ, അത്യന്തം മനോഹരി. കണ്ട മാത്രയിൽ പ്രേമിച്ചു, പ്രണയിച്ചു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കണമെന്ന് തോന്നി. സത്യവതിയുടെ അച്ഛനോട് ചെന്നിട്ട് കല്യാണാലോചന പറഞ്ഞു. ആ മുക്കുവൻ പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്. രാജാവേ, എന്റെ മകളെ കല്യാണം കഴിക്കണം, കുറെ കണ്ടീഷൻ ഉണ്ട്. നമ്പർ 1, എന്റെ മകളിൽ ജനിക്കുന്ന കുട്ടിയെ രാജാവാക്കണം. ചന്ദ്രൻ നോ പറ്റില്ല. ഗംഗയിലൊരു മൂത്ത പുത്രനുണ്ട്, അവനായിരിക്കും സത്യവ്രതൻ, അവനായിരിക്കും ഇല്ലേ രാജ്യത്തിന്റെ രാജാവ്. അത് പറ്റില്ല. അദ്ദേഹം തിരിച്ചു പോന്നു. പക്ഷേ ഈ ഒരു പ്രേമം തലക്ക് പിടിച്ചാൽ ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയില്ല. പ്രണയത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പ്രണയം മനുഷ്യന്റെ തലച്ചോറിനെ ടോട്ടലി ഡാമേജ് ആയിക്കളയും. അതുകൊണ്ടാണ് ജൂലിയസ് സീസർ കേട്ടിട്ടില്ലേ, മഹാസാമ്രാജ്യം പോലും ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന്. അപ്പോ അങ്ങനെ അസ്വസ്ഥനായ രാജാവിന്റെ പ്രവൃത്തികളും ഭരണവുമെല്ലാം ഡിസോർഡർ ആയ സമയത്ത് മകൻ ചോദിക്കുന്നു, അച്ഛൻ എന്ത് പറ്റി? മന്ത്രിയോട്. മന്ത്രി കാര്യം പറഞ്ഞു. അതിന് അച്ഛന് പെണ്ണന്വേഷിച്ച് ആര് പോകുന്നു? മകൻ ചെല്ലുന്നു. എൻ്റെ അച്ഛനൊരു പെണ്ണ് വേണം, നിങ്ങളുടെ മോളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കല്യാണം കഴിച്ചു കൊടുക്കുമോ? അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ അച്ഛന് കല്യാണം കഴിച്ചു കൊടുക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, മഹാരാജ്യത്തിന്റെ ചക്രവർത്തിയല്ലേ. നോക്കൂ, ഈ രാജ്യത്തിന്റെ ധാർമ്മിക ബോധത്തിന്റെ തലം നോക്കൂ. ഒരു രാജ്യത്തിന്റെ മഹാചക്രവർത്തിയോടൊരു മുക്കുവൻ വിലപേശുന്നു. ഉത്തര കൊറിയയിൽ കിം ജോങ് ഹോങ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണാധിപൻ ഇന്ന് വൈകുന്നേരം ഒരു പെൺകുട്ടിയെ കണ്ടാൽ അന്ന് രാത്രി ആ പെൺകുട്ടിയെ അയാളുടെ കിടപ്പറയിൽ എത്തിയിരിക്കണം. അങ്ങനെയുള്ള നാട്ടിലാണ് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കുവാൻ വേണ്ടി ഒരു മഹാരാജ്യത്തിന്റെ ചക്രവർത്തി മുക്കുവന്റെ കുടിലിൽ പോയി കേണപേക്ഷിക്കുമ്പോൾ മുക്കുവന് തന്റെ മകളെ കുറിച്ച് അച്ഛനും മകളോട് ബാധ്യതയുണ്ട്, കണ്ടീഷൻ പറയാം. അതാണ് ഭാരതത്തിന്റെ ധാർമ്മിക ബോധം, അതാണ് ധാർമ്മിക വ്യവസ്ഥിതി. രാജാവാണെങ്കിലും അച്ഛന്റെ പദവിയേക്കാൾ വലുതല്ല. ജന്മം നൽകിയ അച്ഛന് മകളുടെ കാര്യത്തിലുള്ള ആ ശ്രദ്ധയെ രാജാവ് അംഗീകരിക്കുന്നു. അല്ല തലവെട്ടാനും പിടിച്ചു കൊണ്ടുപാടാ, ഒരു 2 ഭടന്മാരെ അയച്ചാൽ പോരെ, അതുകൊണ്ടുവരും. ഇതാണ് ഭാരതത്തിന്റെ ധാർമ്മിക ബോധം. മഹാഭാരതവും രാമായണവും എല്ലാം നൽകുന്നു. അവന്റെ നാവ് ഞാൻ എരിയും എന്ന് പറയുന്നുണ്ട് ലക്ഷ്മണൻ സീതാദേവിയെ കുറിച്ച് അവഹേളനം നടത്തിയവനെ കുറിച്ച് കേട്ടപ്പോൾ. ഈ സമയത്ത് രാമൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. വിമർശകന്റെ നാവരിയുന്നത് ഇക്ഷ്വാകു വംശത്തിന്റെ പാരമ്പര്യമാണോ ലക്ഷ്മണ? രാമനെ ആരാധിക്കുവാൻ അവകാശമുള്ളതുപോലെ തന്നെ രാമനെ വിമർശിക്കുവാനും രാമന്റെ സാമ്രാജ്യത്തിൽ ഓരോ പൗരനും അധികാരമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഭഗവത്ഗീത 63-ാമത്തെ ശ്ലോകം 18-ാം അധ്യായത്തിൽ പറയുന്നത്, ഇതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരമയ വിമർശതൈതശേഷേണ യഥേച്ഛസി തഥാ ഗുരു എന്നാണ്. വിമർശന ബുദ്ധിയോടുകൂടി അർജുന കാര്യങ്ങളെ പഠിക്കൂ. നീ എല്ലാം പറഞ്ഞു എന്ന് കഴിഞ്ഞു, പക്ഷെ കണ്ണടച്ച് തൊണ്ട തൊടാതെ വിഴുങ്ങരുത്. വിമർശന ബുദ്ധിയോട് കാര്യങ്ങളെ പഠിക്കണം. യഥേച്ഛസി തഥാ ഗുരു, ശരിയെങ്കിൽ സ്വീകരിച്ചത്. അബ്സല്യൂട്ട് ഫ്രീഡം, ദാറ്റ് ഈസ് ഹിന്ദുത്വ. നമ്മളെ പോലെ സ്വാതന്ത്ര്യമുള്ള ഒരു ജനത, ഒരു ഹിന്ദു ആരായിരിക്കണം? യോഗവാസിഷ്ഠത്തിൽ വാൽമീകി മഹർഷി പറഞ്ഞു, യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാതപി അന്യതൃണമിവത്യാജ്യം അപ്യുക്തം പത്മജന്മന. യുക്തിയുക്തമായത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കുന്നവൻ, അന്യത് യുക്തിരഹിതമായത് തൃണമിവത്യാജ്യം പുല്ലുപോലെ വലിച്ചെറിയുന്നവൻ, അപ്യുക്തം പത്മജന്മനാം. സാക്ഷാൽ ബ്രഹ്മാവ് വന്നിട്ട് യുക്തിക്ക് ചേരാത്തത് പറഞ്ഞാൽ ബ്രഹ്മാവിനോട് ഗെറ്റ് ഔട്ട് പറയുവാൻ സ്വാതന്ത്ര്യമുള്ളവന്റെ പേര് നമ്മൾ ഹിന്ദുക്കൾ. ആലോചിച്ച് നോക്കൂ ഏതൊരു തലത്തിലാണ്. ആ ധാർമ്മിക വ്യവസ്ഥിതി മഹാരാജ്യത്തിന്റെ ചക്രവർത്തിയോട് മുക്കുവൻ കാണിച്ചു.
അപ്പോൾ മകൻ പറഞ്ഞു, ഞാൻ രാജാവാകുന്നില്ല, നിങ്ങളുടെ സത്യവതി എന്ന മകളിൽ ജനിക്കുന്ന കുഞ്ഞിനെ രാജാവാക്കും. അതുപോരാ, നിങ്ങൾ നാളെ കല്യാണം കഴിച്ചിട്ട് അതിൽ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളും എൻ്റെ മകളിൽ ജനിക്കുന്ന മക്കളും തമ്മിൽ സംഘർഷമാവും. നിങ്ങളുടെ മക്കളോട് ഫൈറ്റ് ചെയ്തേക്കുവാൻ എൻ്റെ മക്കൾ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കരുത്. അങ്ങനെയാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് അദ്ദേഹം മാറുകയും അന്ന് മുതൽ ഭീഷ്മമായ പ്രതിജ്ഞ എടുത്തുകൊണ്ട് അദ്ദേഹം ഭീഷ്മരായി തീരുകയും ചെയ്യുന്നു. അച്ഛന് വേണ്ടി മകൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായി. ഒരു ഭാഗത്ത് അച്ഛന്റെ വാക്ക് പാലിക്കാൻ 14 കൊല്ലം കാട്ടിൽ പോയി മറ്റൊരു മകൻ. അച്ഛന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടി മേഘനാഥൻ എന്ന ഇന്ദ്രജിത്തിന് ജീവൻ കൊടുക്കേണ്ടി വന്നു രാമായണത്തിൽ. ഈ 3 മക്കളെയും പഠിക്കണം, അത് വലിയൊരു വിഷയമാണ്. അച്ഛന്റെ പ്രേമപൂർത്തീകരണത്തിന് വേണ്ടി നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് ശന്തനുവിനെ കൊണ്ട് സത്യവതിയെ കല്യാണം കഴിപ്പിക്കുന്ന മകൻ. മഹാഭാരതത്തിൽ ഭീഷ്മർ. അച്ഛന്റെ വാക്ക് മകന്റെ വാക്കാണ്. പുംനാമ നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യിക്കുന്നവനാരോ അവൻ പുത്രൻ. പുമ്മം എന്നാൽ നരകം. മാതാപിതാക്കളെ നരകത്തിൽ പതിക്കാതെ നോക്കുന്ന മക്കളുടെ പേര് പുത്രൻ ഓർ പുത്രി, പുല്ലിംഗ ഓർ സ്ത്രീലിംഗം. ഒരു ഭാഗത്ത് രാമൻ എന്ന മകൻ, അച്ഛന്റെ അഭിമാനം എന്റെ അഭിമാനമാണ്, അച്ഛന്റെ വാക്ക് എന്റെ വാക്കാണ്, അച്ഛന്റെ അഭിമാനക്ഷതം എന്നിലുണ്ടാകുന്ന അഭിമാനക്ഷതമാണെന്ന് തിരിച്ചറിയുന്ന മകൻ. രാവണനൊരു പുത്രനുണ്ട്, അവന്റെ പേര് മേഘനാഥൻ എന്നാണ്. പക്ഷെ ലോകം അവനെ വിളിച്ചത് ഇന്ദ്രജിത്ത് എന്നാണ്. അവൻ ഇന്ദ്രനെ ജയിച്ചവൻ. അത്രയും കരുത്തുറ്റ അവനെ രാമാദികൾ കൊന്നുകളഞ്ഞു. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛനോട് നോ പറയേണ്ടടുത്ത് നോ പറയാൻ മകന് കഴിഞ്ഞില്ല. അപരന്റെ ഭാര്യയെ മോഹിച്ച് തട്ടിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. മോഹിച്ചതല്ല തെറ്റ്, മറിച്ച് തട്ടിക്കൊണ്ടുവന്നു. ആ സ്ത്രീയെ പീഡിപ്പിച്ചു, മാനസിക പീഡനത്തിന് വിധേയമാക്കി, രാക്ഷസിമാരെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി, രാമന്റെ കൃത്രിമ തല കൊണ്ടുവന്ന് സീതയുടെ മുന്നിലിട്ടു. ഒടുവിൽ സീതാദേവി ഒരു പുല്ലെടുത്ത് മുന്നിലിടുന്നുണ്ട്, രാവണന്റെ മുന്നിലിടുന്നുണ്ട്. ഇതിന് നിസ്സാരമാണ്. നിന്നെ കൊന്നിട്ട് ഹനുമാൻ ചോദിക്കുന്നുണ്ട്, സീതയെ അമ്മേ ദേവി ചുമലിൽ കരിക്കോളൂ, അങ്ങെത്തിക. അപ്പൊ പറയുന്നുണ്ട്, അങ്ങനെ ഒളിച്ചോടാൻ പറ്റുമോ ഹനുമാൻ? എനിക്ക് എന്റെ ഭർത്താവ് ഇവിടെ വരണം, എന്നെ കൊണ്ടുപോയി ഇവനെയും ഇവന്റെ കുലത്തെയും മുടിച്ചിട്ട് എന്നെ തിരിച്ചു കൊണ്ടുപോകണം. ഭാരത സ്ത്രീയുടെ ധീരത ഒളിച്ചു കടക്കലല്ല എന്ന് പറയുന്ന സീതയാണ് നമ്മുടെ വീര വനിതകൾ എന്നറിയണം. അപ്പൊ ഇങ്ങനെയുള്ള മഹാഭാരതത്തിൽ അച്ഛന് വേണ്ടി നൈഷ്ഠിക ബ്രഹ്മചാരിയായി അങ്ങനെ കല്യാണം കഴിച്ചു. സത്യവതി കല്യാണം കഴിച്ചു. അതിൽ 2 മക്കളുണ്ടായി. അവരുടെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തുകൊണ്ടാണ് പേര് ഓർമ്മയില്ലാത്തത്? അടയാളപ്പെടുത്തിയിട്ടില്ല എന്നുകൊണ്ടാണ്. ചിത്രാംഗതനും വിചിത്രവീരനും, ഇല്ലേ? ചിത്രാംഗതനും വിചിത്രവീരനും ഒരടയാളപ്പെടുത്തലും നടത്തിയിട്ടില്ല ഈ 2 മക്കളും. അവരെ കുറിച്ച് പറയാൻ ഒന്നുമില്ല. ചിത്രാംഗതൻ അതേ പേരുള്ള ഒരു ഗന്ധർവരോടുള്ള യുദ്ധത്തിൽ മരിച്ചു. പിന്നീട് വിചിത്രവീരൻ തൊട്ടടുത്ത രാജ്യത്തിലെ രാജാവിന് 3 മക്കളാണ്, പെൺമക്കളാണ്, അംബാംബിക, അംബാല്യ. ഇവരുടെ കല്യാണ സമയത്ത് ക്ഷയരോഗമുണ്ടായിരുന്ന ഈ ചിത്രാംഗതനെ വിചിത്രവീരനെ അവർ വിളിച്ചില്ല, കല്യാണത്തിന് വിളിച്ചില്ല. സ്വയംവരം, ഇഷ്ടമുള്ള പുരുഷനെ തെരഞ്ഞെടുക്കുവാൻ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. 7 ചെവുകൊണ്ട് ഒരു സ്ത്രീയും അന്ന് മൂക്ക് പല്ല് വന്നിരുന്നില്ല. മനസ്സിലായല്ലോ? ശുദ്ധജാതകം 7 ചെവ് 5 ലക്ഷം ഹിന്ദു പെൺകുട്ടികളാ വഴിയാധാരയിൽ കിടക്കുന്നത്. ഞാൻ ജാതകത്തിന് എതിർക്കുന്ന ആളൊന്നുമില്ല കേട്ടോ. ഞാനും കല്യാണം കഴിച്ച ജാതകമൊക്കെ നോക്കിയിട്ടാ. പക്ഷേ 25 വയസ്സ് വരെ മാത്രമേ മാമൂലുകളുള്ളൂ. 25 വയസ്സുകൾക്ക് അപ്പുറം മാമൂല് പറഞ്ഞിരുന്നാൽ 5 ലക്ഷം ഹിന്ദു പെൺകുട്ടികൾ 2 വെച്ച് പ്രസവിച്ചിരുന്നുവെങ്കിൽ 10 ലക്ഷം ഹിന്ദു കുഞ്ഞുങ്ങളുടെ ജന്മത്തിന് തടസ്സമാണ് ചൊവ്വ. മൂപ്പര് എവിടെയാണെന്ന് അറിയില്ല. നമ്മളിപ്പോ ഇത് അയച്ചിട്ടുണ്ട് സാധനം. മംഗൾയാൻ കണ്ടിട്ടില്ല. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അത് നമ്മുടെ കല്യാണം, ഹിന്ദുവിന്റെ കല്യാണം മാത്രം ഇങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുക. 800 കോടി ആളുകളുണ്ട് ഈ ഭൂമി. നമ്മുടെ ചുറ്റും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട്, ഒരുപാട് ആളുണ്ട്. പക്ഷെ അവരാരും കല്യാണം കഴിക്കുമ്പോൾ ഇത്രയേറെ ജാതകത്തിൽ അടിമകളല്ല. ഒക്കെ വേണം, ഒന്നിനും അടിമകളാകരുത് എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, അതിൽ 2 മക്കൾ ജനിച്ചു. ഈ രാജാവിന്റെ 3 പെൺമക്കളുടെ കല്യാണ മണ്ഡപത്തിലേക്ക് തന്റെ അനുജന്മാരെ വിളിക്കാത്തതിൽ കോപാകുലനായ ഭീഷ്മർ എന്നിട്ട് 3 മക്കളെയും പിടിച്ചു കൊണ്ടുവന്നു, പെൺകുട്ടികളെ.
ഹീറോയിസം. സിനിമയിൽ നമ്മുടെ വീട്ടിലെ കുട്ടിയെ കല്യാണ മണ്ഡപത്തിൽ വിളിച്ചുകൊണ്ടായാലോ ഹീറോയിസം ആയിരിക്കുക. കഠിനമായ ഗുരുതരമായ തെറ്റ് ചെയ്തു ഭീഷ്മർ. അതുകൊണ്ട് ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു. കർമ്മഫലം ആരെയും വിട്ടുപോകില്ല എന്ന് മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നു. സീതാദേവിയെ പോലും വിട്ടുപോയില്ല. ആരാ സീതാദേവി? മഹാലക്ഷ്മിയല്ലേ. മഹാലക്ഷ്മിയല്ലേ സീതയായിട്ട് ഉഴവുചാലിൽ, സീത എന്ന ഉഴവുചാലിൽ വന്ന് ജനിച്ചത്. ഒരു പറയാൻ പാടില്ലാത്ത വാക്ക് ലക്ഷ്മണനോട് പറഞ്ഞു. മാരീചൻ ചത്തപ്പോൾ അല്ലേ വിളിക്കുന്നുണ്ടല്ലോ, ലക്ഷ്മണൻ ഓടിപ്പോകാൻ തയ്യാറായില്ല. ഒരുപാട് പറഞ്ഞു നോക്കി, ലക്ഷ്മണൻ പോയില്ല. ലക്ഷ്മണൻ അറിയാം എന്റെ ജ്യേഷ്ഠന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയുന്ന ഒരുത്തനെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ലായിരുന്നു. ഈ സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, ദുഷ്ടാ, എന്റെ ഭർത്താവ് ഇങ്ങനെ കേണ് കരയുമ്പോഴും നീ ഓടിച്ചെല്ലാത്തത് എന്റെ ഭർത്താവിന്റെ മരണശേഷം എന്നെ കല്യാണം കഴിക്കാനാണ്. നീ ഞങ്ങൾക്കൊപ്പം കാട്ടു കൂടിയെന്നില്ലേ പറയാൻ പാടുണ്ടോ സീതാദേവി? സീതയുടെ ആഭരണങ്ങൾ കയ്യിൽ കിട്ടിയ സമയത്ത് കരഞ്ഞുകൊണ്ട് രാമൻ കണ്ണു നിറഞ്ഞു പോയ രാമൻ ലക്ഷ്മണനോട് ചോദിക്കുന്നു, ലക്ഷ്മണ, ഈ മാല നിന്റെ ജ്യേഷ്ഠത്തെ അമ്മയുടേതാണോ? അറിയില്ല ജ്യേഷ്ഠ. ഈ അരഞ്ഞാണം അറിയില്ല ജ്യേഷ്ഠ. വള അറിയില്ല ജ്യേഷ്ഠ. കമ്മൽ അറിയില്ല ജ്യേഷ്ഠ. ഒടുവിൽ പാദസരം കാണിച്ചപ്പോൾ ലക്ഷ്മൺ പറയുന്നു, ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട് ജ്യേഷ്ഠത്തെ അമ്മയുടെ പാദ നമസ്കാരം ചെയ്യുമ്പോൾ ഈ പാദസരം ഞാൻ എല്ലാ ദിവസവും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ അനുജനോടാണ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാര് പറഞ്ഞത്. അതുകൊണ്ട് ചാരിത്രം തെളിയിക്കാൻ വേണ്ടി അഗ്നിയിലൂടെ നടന്ന് കാണിച്ചു കൊടുക്കേണ്ടി വന്നു സീതാദേവിക്ക്. എല്ലാവരുടെയും മുന്നിൽ ലങ്കയില്ലേ രാമൻ പറഞ്ഞു, നിന്നെ ഞാൻ സ്വീകരിക്കില്ല. സീതയ്ക്ക് കാര്യം മനസ്സിലായി. ലക്ഷ്മണൻ തീയൊരുക്കി, അഗ്നി തൊട്ടില്ല. അതിനുശേഷം മാറോട് ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്, സീതേ, നീ വരുമ്പോൾ ഇവര് നോക്കിയായിരുന്നു. എന്താ പറഞ്ഞത്? രാമനെ കുറ്റം പറയുന്നവരുടെ ഈ കൂട്ടത്തിൽ. പക്ഷെ രാമനും സീതയ്ക്ക് ഒരു പ്രശ്നമില്ല. രാമന് ക്ലിയർ ആക്കി കൊടുത്തു. സ്ത്രീലമ്പടനായ രാവണന്റെ കൊട്ടാരത്തിൽ 12 മാസം താമസിച്ച നിന്നെ കണ്ടപ്പോൾ വാനരന്മാരുടെയും ഈ ലങ്കാവാസികളുടെയും മുഖത്ത് ഒരു പുച്ഛം ഉണ്ടായിരുന്നു. പക്ഷെ അഗ്നിയിലൂടെ നടന്നു വന്നതിന് ശേഷം നീ അവരെ നോക്കൂ, എല്ലാവരും ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് കിടക്കുക. അഗ്നി പോലും തൊട്ടു നോവിക്കാൻ മടിക്കുന്ന രാമന്റെ പത്നി, രാജാവിന്റെ ഭാര്യ, സകല സംശയങ്ങൾക്കും അതീതയായിരിക്കും. നാട്ടുകാരുടെ ഏതെങ്കിലും ഒരുത്തന്റെ പൗരന്റെ ഭാര്യയല്ല ഇത്, രാജാവിന്റെ ഭാര്യയാണ്. യഥാ രാജ തഥാ പ്രജ എന്ന് പറയുമ്പോൾ രാജാവിന്റെ ഭാര്യ സകല സംശയങ്ങൾക്കും അതീതമാണെന്ന് ലങ്കാവാസികളെയും വാനരന്മാരെയും ലക്ഷ്മണനെയും ഹനുമാനെയും സുഗ്രീവനെയും എല്ലാവരെയും തെളിയിച്ചു കൊടുക്കണം. അതായിരുന്നു അഗ്നിപരീക്ഷ. പക്ഷെ ആ അഗ്നിപരീക്ഷയുടെ കാരണമായ കർമ്മം ഇതായിരുന്നു. കർമ്മഫല സിദ്ധാന്തം അങ്ങനെയാണ്. ആ വഴിയിൽ വെച്ചിട്ട് അമ്മ പറഞ്ഞു, ഞാനിങ്ങനെ സാൽവൻ എന്ന് പറയുന്ന രാജാവായിട്ട് പ്രണയത്തിലാണ്, എന്നെ ഒന്ന് വിട്ടേക്കണം. നീ പോയിക്കോളൂ. രണ്ടുപേരുണ്ടാകും, ഒരാളെ ഇപ്പോഴുള്ളൂ. അവള് പോയി. മറ്റു 2 അംബികയെയും അംബാലികയെയും ആര് കല്യാണം കഴിച്ചു? വിചിത്രവേനും കല്യാണം കഴിച്ചു. അങ്ങനെ അമ്പ തിരിച്ചു വന്നു. സാലും പറഞ്ഞു, കല്യാണ മണ്ഡപത്തിൽ വെച്ച് പിടിച്ചു കൊണ്ടുപോയി ലോകം മുഴുവൻ കണ്ട ഒരു പെണ്ണിനെ നോ ഞാൻ സ്വീകരിക്കില്ല. ഒരു ന്യായമുണ്ട് അല്ലേ? ഒരു മഹാരാജാവ് കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ മറ്റൊരാൾ ബലമായി പിടിച്ച് കൊണ്ടുപോയതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയില്ലല്ലോ. ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും പറയാലോ, ആളുകൾക്ക് എന്തും പറയാലോ. അന്നേ ഇങ്ങനത്തെ പരദൂഷണം പറയുന്ന ആളുകളുണ്ടെന്നേ. അപ്പൊ എന്ത് ചെയ്തു? അതുകൊണ്ട് പറ്റില്ല. രാജാവിന്റെ ഭാര്യ എന്നൊക്കെ പറയുമ്പോ, രാജപത്നി എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രപതിയുടെ ഭാര്യ ഇതിലൂടെ പോകുമ്പോണ്ടല്ലോ, എല്ലാ റോഡും നമ്മൾ സൈഡായി കൊടുക്കണം. പ്രഥമ പൗര എന്നൊക്കെ പറഞ്ഞ വലിയ പൊസിഷനാ. അപ്പൊ എന്റെ രാജ്യത്തിൽ രാജാവ് ഞാനാണ്, രാജാവിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയൊരു സ്ത്രീ എന്നു, സോറി. അങ്ങനെ തിരിച്ച് ഭീഷ്മരോട് കല്യാണം കഴിയുമ്പോൾ ഭീഷ്മന് പറ്റില്ല, എനിക്ക് പറ്റില്ല. അങ്ങനെ ഭീഷ്മരോടുള്ള പ്രതികാരം, സ്ത്രീയുടെ പ്രതികാരത്തെ കുറിച്ച് മനുവിന്റെ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീയുടെ പ്രതികാരം ഉണ്ടാക്കരുത് നമ്മൾ. അപ്പൊ എന്ത് ചെയ്തു? ആ പ്രതികാരാഗ്നി ആളിക്കത്തിയ അമ്പ എന്ത് ചെയ്തു? പലരെയും സമീപിച്ചു. അവസാനം പരമേശ്വരന് മാല കൊടുത്തു. ഈ മാലയും കഴുത്തിലിട്ട് യുദ്ധം ചെയ്താൽ അവർക്ക് ഭീഷ്മരെ കൊല്ലാൻ പറ്റും. പക്ഷെ ആരെങ്കിലും മാല കഴുത്തിടാൻ തയ്യാറാണ്ടേ? ഭീഷ്മരുടെ പേര് കേട്ടപ്പോൾ തന്നെ ആളുകൾ പേടിച്ച് ചാവുന്നതാണ്. തയ്യാറായില്ല. ഒടുവിൽ അവൾ ആത്മാഹുതി നടത്തി ശിഖണ്ഡിയായിട്ട് പുനർജനിച്ചു. പ്രതികാരത്തിന്റെ കടുപ്പം അത് മഹാഭാരതത്തിലുണ്ട്. പ്രതികാരം ജന്മജന്മാന്തരങ്ങളിൽ നീണ്ടു നിൽക്കുന്നു. മഹാഭാരത യുദ്ധഭൂമിയിൽ വീണ് കിടക്കുന്ന ദുര്യോധന്റെ തുടയ്ക്ക് വീണ്ടും വീണ്ടും ഇടിച്ച് ചമ്മന്തി പരുവത്തിലായ തുട വീണ്ടും വീണ്ടും ഇടിക്കുകയാണ്. ആര്?
കണ്ടപ്പോ കൃഷ്ണൻ പറഞ്ഞു, എന്താ ഇത്ര വെറുപ്പ്? ഭവാനെ, ഇവൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ഈ തുടയിൽ വന്നിരിക്കടി എന്ന് കൗരവരാജസലിച്ച് പറഞ്ഞു അല്ലേ. മുടിക്ക് കുത്തിപ്പിടിച്ച് ദുശാസനം കൊണ്ടുവന്നപ്പോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വാടി ഇവിടെ ഇരിക്കുന്നു. ജ്യേഷ്ഠന്റെ പത്നിയോട്, ജ്യേഷ്ഠത്തി അമ്മയോട് ഈ തുടയിൽ വന്നിരിക്കടി എന്ന് പറഞ്ഞ് ഇവന്റെ തുടയിലൂടെ തച്ചിവനെ കൊന്നുകളയും. എന്നിട്ട് ഭീമൻ പൊതുവെ ഫുഡിന്റെ ആളാ, മൂപ്പര് തത്വശാസ്ത്രം ഒന്നും പറയാറില്ല. ഭീമൻ വലിയൊരു തത്വശാസ്ത്രം പറഞ്ഞു, ഭഗവാനെ കൃഷ്ണ, വാളുകൊണ്ടുള്ള മുറിവ് വേഗമുണങ്ങും, വാക്കുകൊണ്ടുള്ള മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. അത് ശരിയാണോ? വാക്കിന് അത്രയേറെ മൂർച്ചയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വാക്കുകൊണ്ട് മുറിവേറ്റവരാണ്. ഇനിയിപ്പോ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം നമ്മൾ ആരെയൊക്കെ മുറിവേൽപ്പിച്ചു എന്ന്. അപ്പൊ മുറിവേറ്റവരും മുറിവേൽപ്പിച്ചവരുമാണ്. ലോകത്തിലെ ഏറ്റവും ക്രൂരമായ മുറിവ് വാക്കിന്റെ മുറിവാണ്. അതുകൊണ്ട് വാക്കിനെ വാക്ക് എന്നല്ല ഭാരതം പറഞ്ഞത്, വാണി എന്നാണ്. വാണി എന്നാൽ സരസ്വതിയാണ്. സംസ്കൃതത്തിൽ നിങ്ങൾ മുഴുവൻ എടുത്തോ, ഒരു തോന്നിയാസം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു വാക്കിന് തുല്യമായ 1000 വാക്കുകളെ പറയാൻ കഴിയുന്ന ലോകത്തിലെ ഏക ഭാഷ. ലോകത്തിലെ ഏത് ഭാഷയിലും ഒരു വാക്കിന് തുല്യമായ ഇംഗ്ലീഷിലാവട്ടെ മറ്റേത് ഭാഷയിലാവട്ടെ 10 വാക്കിനപ്പുറം പറയാൻ കഴിയില്ല. ഒരു വാക്കിന് തുല്യമായ 10 വാക്കുകൾക്ക് അപ്പുറം ലോകത്തിൽ ഒരു ഭാഷയിലില്ല. എങ്കിൽ വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം, അമ്മയുടെ 1000 പേരുകൾ പറയാം. വിഷ്ണുവിന്റെ 1000 പേരുകൾ പറയാൻ കഴിയുന്ന ഭാഷയായതുകൊണ്ടാണ് അതിന് ദേവഭാഷ എന്ന് പറയുന്നത്. അത്രയും മഹത്തരമാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം. അതുകൊണ്ടാണ് സംസ്കൃതം മൃതഭാഷയാണെന്ന് ഒരാൾ പറഞ്ഞത് സംസ്കൃതത്തിലാണ്. സംസ്കൃതം മൃത ഭാഷ, 3 എന്താണ്? സംസ്കൃതം. മനസ്സിലായല്ലോ? സംസ്കൃതത്തോട് പുച്ഛം കേരളത്തിൽ, സംസ്കൃത ഭാഷയോട്. ഇത്ര ഭവ്യമായ അഭിസംബോധനകളും ഭവതി എന്നാണ് സ്ത്രീകൾ. അത്രമാത്രം ഭവ്യവും വ്യക്തവും അതുപോലെ തന്നെ അർത്ഥതലങ്ങൾ വളരെ വലുതുമാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഈ വാക്ക് അത് പ്രതികാരാഗ്നിയായിട്ട് അംബ വീണ്ടും പുനർജനിക്കുവാൻ കാരണമായി ഈ ഒരു മഹാഭാരതത്തിലെ ആ രംഗത്ത്. അങ്ങനെ കാലങ്ങൾ ഏറെ കടന്നുപോയി. മക്കൾ ഇല്ല. ഇയാൾ ക്ഷയരോഗം ബാധിച്ച് വിചിത്രവീരൻ മരിച്ചു. സുന്ദരികളായ രാജകുമാരിമാർ, സത്യവതി എന്ന അമ്മ. മുക്കുവന്റെ അത്യാഗ്രഹം നടന്നതുമില്ല. അത്യാഗ്രഹത്തിനെല്ലാം പണി കിട്ടും. ഇവനെ രാജാവാക്കരുത്, എന്റെ മകൾ ജനിച്ച മക്കളെ രാജാവാക്കണം. 2 ആളെ കിട്ടിയോ? കിട്ടിയില്ല. ഒരാൾ യുദ്ധത്തിൽ മരിച്ചു, ഒരാൾ ക്ഷയരോഗം വന്ന് മരിച്ചുപോയി. അത്യാഗ്രഹങ്ങൾക്ക് എപ്പോഴും അപകടമായിരിക്കും. മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വവിചാരമാണ് അത്യാഗ്രഹം അവസാനിക്കുന്നത് അപകടത്തിലായിരിക്കുമെന്ന്. പണ്ട് നമ്മൾ 2ാം ക്ലാസ്സിലൊരു അത്യാഗ്രഹം അസൂയക്കാരനും എന്നൊരു പാഠം പഠിച്ചിട്ടുണ്ടാകും. ദൈവം 2 പേരുടെയും മുന്നിൽ വന്നു. ആദ്യം വന്നത് അത്യാഗ്രഹിയുടെ മുന്നിലാണ്. നിനക്ക് എന്ത് തരുന്നോ അതിന്റെ നേരെ ഇരട്ടി ഞാൻ അസൂയക്കാരന് കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ അത്യാഗ്രഹി പറഞ്ഞു, എന്റെ 1 കണ്ണ് പൊട്ടിപ്പോട്ടെ എന്ന് പറഞ്ഞു. മറ്റൊരു 2 കണ്ണും പൊട്ടിപ്പോയി. അത് വളരെ രസകരമായ ഒരു കഥയായിരുന്നു. അങ്ങനെ കാലങ്ങളേറെ കഴിഞ്ഞപ്പോൾ വംശമറ്റു പോകാതിരിക്കുവാൻ അംബികയിലും അംബാലികയിലും കുഞ്ഞു ജനിക്കണം. ഏത് പുരുഷൻ, ഇപ്പോഴത്തെ സംവിധാനം ഒന്നുണ്ടാവില്ല. എനിക്ക് ആദ്യം കല്യാണത്തിന് മുമ്പ് പരാശര മഹർഷിയിൽ എനിക്ക് ജനിച്ചൊരു കുഞ്ഞുണ്ട്. ആരാ? വ്യാസൻ. കൃഷ്ണദ്വൈപായൻ. വ്യാസനല്ല, വേദത്തെ വിധിച്ചപ്പോഴാണ് വ്യാസനായി. ആ വ്യാസൻ എന്ന് പറയുന്ന കൃഷ്ണദ്വൈപായനെ വിളിക്കണം. കൃഷ്ണദ്വൈപായന്റെ കോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? അങ്ങനെയാണ്. ഒരു ഉണക്ക് കമ്പ് കത്തിയതുപോലെ ഉണ്ട് ആളെ കാണാൻ. അംബികയോട് പറഞ്ഞു, നീ സ്വീകരിക്കണം. അറപ്പോടുകൂടി കണ്ണടച്ച് സ്വീകരിച്ചു. അതിൽ ജനിച്ച കുട്ടി. അപ്പോ സ്ത്രീ പുരുഷ സംയോഗ സമയത്ത് കണ്ണടച്ചാൽ ജനിക്കുന്ന കുട്ടിയെല്ലാം അന്ധന്മാരായിരിക്കുമോ? അങ്ങനെയാണോ? അങ്ങനെയല്ല. അത് നമ്മുടെ വിമർശിക്കുന്ന ആളുകൾ നമ്മുടെ ഗർഭാധാന സംസ്കാരം പഠിച്ചിട്ടില്ല. ഇവന്മാരൊക്കെ ഇന്ദുവിനെ വിമർശിക്കാനേ പറയുള്ളൂ, പഠിക്കില്ല. 16 കാര്യങ്ങൾ പഠിക്കണം. ഷോഡശ സംസ്കാരം, ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി. അത് 16 മണിക്കൂർ പറയേണ്ട മറ്റൊരു വിഷയമാണ്. ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ ഒരു സ്ത്രീ എപ്പോൾ ഗർഭം ധരിക്കണം? കുട്ടികൾ പ്രൊഡക്റ്റുകളാവണം, ബൈ പ്രൊഡക്റ്റുകളാവരുത്. കല്യാണം കഴിച്ചു, 2 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടി മതി തീരുമാനിച്ചു. 3-ാം മാസം ഗർഭിണിയായി. ഭാര്യ ഭർത്താവിനെ കുറ്റം പറഞ്ഞു, ഭർത്താവ് ഭാര്യയെ കുറ്റം പറഞ്ഞു. അങ്ങനെ 2 പേര് തീരുമാനിച്ചു, ഇപ്പൊ കുട്ടി വേണ്ട, നശിപ്പിച്ചു കളയാം. വീട്ടിൽ അച്ഛൻ അറിഞ്ഞു, അമ്മ അറിഞ്ഞു, കൊല്ലാൻ സമ്മതിക്കില്ല.
കൊല്ലണം അച്ഛൻ അമ്മ. ആര്? ഈ ദമ്പതികൾ. കൊല്ലരുത് മുത്തച്ഛൻ മുത്തശ്ശി. അങ്ങനെ പ്രശ്നമായി. ഒടുവിൽ പ്രസവിക്കാൻ തീരുമാനിച്ചു. കുട്ടി കുഴപ്പമൊന്നും ഉണ്ടാവില്ല, സ്നേഹത്തിനൊന്നും കുഴപ്പമുണ്ടാവില്ല. ബട്ട് ദാറ്റ് ഈസ് ബൈ പ്രൊഡക്റ്റ്. അത് ബൈ പ്രൊഡക്റ്റ് ആണ്. മകൾ അല്ലെ കുഞ്ഞ് വേണ്ട എന്ന് തീരുമാനിച്ച സ്വീകാരനായ കുട്ടി എന്ന് പറയും. നമ്മുടെ ഗർഭാധാന സംസ്കാരം അത് വിലക്കുന്നു. രാത്രിയുടെ 2-ാം യാമത്തിൽ ടൈം പോലും പറയുന്നുണ്ട്. സ്ത്രീ പുരുഷ സംയോഗം ആർത്തവത്തിന്റെ ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ, കറക്റ്റ് ടൈമിങ്. ഓക്കെ, മഹാത്ഭുതം മഹാത്ഭുതം. നമ്മൾ ഇന്ദുവിനെ പഠിച്ചാൽ, ഞാനൊരു ഗൈനക്കോളജിസ്റ്റുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തപ്പോ അവർ അത്ഭുതപ്പെട്ടു പോയി. അതിന് മുമ്പ് കേട്ടിട്ടില്ല ഈ വിഷയം. ആധുനിക ശാസ്ത്രത്തിന് ഒരു കടുക് മണി വിരുദ്ധമല്ല നമ്മുടെ ഈ ഷോഡശ സംസ്കാരത്തിലെ ഗർഭാധാനം. അതുകൊണ്ടാണ് ഗർഭാധാനം എന്ന് പറയുന്നത് നിങ്ങൾ നിർമ്മിക്കുന്ന കുഞ്ഞ് ലോകത്തെ നാളെ മാറ്റിമറിക്കേണ്ടവരാണ്. വിവേകാനന്ദനെയും ശങ്കരനെയും എല്ലാം സൃഷ്ടിച്ച അമ്മകളാണ്. അതുകൊണ്ട് കുട്ടി വേണമെന്ന സൽചിന്തയിൽ പ്രാർത്ഥനയോടുകൂടി കുഞ്ഞു ജനിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുട്ടി എങ്ങനെ ജനിക്കരുത് എന്ന് പഠിപ്പിച്ചു ധൃതരാഷ്ട്ര ജന്മം. ഒരു പുരുഷനെ സ്വീകരിച്ചപ്പോൾ അറപ്പോടുകൂടി കണ്ണടച്ച് സ്വീകരിച്ചു. അപ്പൊ പറഞ്ഞു 1000 ആനയുടെ കരുത്തുണ്ടാവും, കണ്ണ് കാണൂല്ല ഇവനെന്ന് സത്യവതിയോട് പറഞ്ഞു. ഇപ്പൊ സത്യവതി അംബാലികയോട് പറഞ്ഞു ഒന്ന് സ്വീകരിക്കുമെന്ന്. അംബാലിക ഇവരെ കണ്ടപ്പോ തന്നെ വെള്ളറി വെളുത്ത് പോയി. ശരീരം വെള്ള തുണി കൊണ്ട് മൂടിയിട്ട് സ്വീകരിക്കാൻ തയ്യാറായി. അപ്പൊ ജനിച്ച കുട്ടി എന്തായി? പാണ്ഡു, വിളറി വെളുത്തവനായിപ്പോയി എന്നാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോബ്ലം ഇവനുണ്ടാവട്ടെ, കണ്ണൊക്കെ കാണും പക്ഷെ ആളിങ്ങനെ ആയിരിക്കും. അപ്പൊ പറഞ്ഞു ഉത്തമനായ ഒരു കുട്ടി ജനിക്കട്ടെ. അപ്പൊ ദാസി അയച്ചു. ദാസി പറഞ്ഞു, ഈ മഹാത്മാവായ മനുഷ്യൻ വ്യാസോച്ചിഷ്ടം ജഗൽ സർവം എന്ന് പറയുന്ന ഇയാളിൽ നിന്നൊരു കുഞ്ഞിനെ കിട്ടിയ മഹാഭാഗ്യം എന്ന് പറഞ്ഞ് സ്വീകരിച്ചപ്പോൾ ആരുണ്ടായി? വിതുരർ ഉണ്ടായി. ഇല്ലേ? ഇങ്ങനെ 3 മക്കളാണ് അവിടെ ജനിക്കുന്നത്. ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശകലനം ചെയ്യാം. ഇങ്ങനെ പാടുണ്ടോ നോക്കൂ. ഒരു സ്ത്രീ കല്യാണം കഴിച്ച അനേക വർഷങ്ങളായിട്ട് ഗർഭം ധരിച്ചില്ല. ഗർഭം ധരിക്കാത്തതിന്റെ കാരണം ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിന് ഗർഭം വഹിക്കാൻ എന്തില്ല? കപ്പാസിറ്റി ഇല്ല. അപ്പൊ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കും. എടുക്കാറില്ല? നമ്മുടെ നയൻതാര ഇപ്പൊ ഗർഭപാത്രം വാടകയ്ക്ക് എടുത്താ. അത് പ്രസവിക്കാൻ 10 മാസം എത്ര സിനിമയുടെ ഒക്കെ പോവില്ലേ? അപ്പോ ആലോചിച്ച് നോക്കുക, ഗർഭപാത്രം വാടകയ്ക്ക് എടുത്താൽ അണ്ടവും ബീജവും ഒരു പുരുഷന്റെ ഒരു സ്ത്രീയുടെ അണ്ടം ബീജമൊക്കെ കളക്ട് ചെയ്തു. ഇതൊരു അപര സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. 10 മാസം കൊണ്ട് ഈ കുട്ടിയെ പ്രസവിച്ചാൽ അമ്മ ആരാ? പ്രസവിച്ച ആളല്ല അമ്മ. പ്രസവിച്ച ആളല്ല അമ്മ. ഈ നിയമത്തിൽ പ്രസവിച്ച ആളല്ല അമ്മ. ബീജത്തിന്റെ അണ്ടത്തിന്റെ ഉടമസ്ഥന്മാരാണ് അച്ഛനും അമ്മയും. ഗർഭപാത്രത്തിൽ വാടക കൊടുത്തേക്കണം. ഒരവകാശവും ഇന്ത്യൻ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, നിയമപ്രകാരം ഒരവകാശം കുട്ടിയുടെ മോളാർക്കില്ല. പ്രസവിച്ചാൽ അമ്മയാവില്ല കേട്ടോ. ഇല്ല, ഇപ്പോഴത്തെ ഭരണഘടനയാണത്. അതുകൊണ്ടാണ് പാണ്ഡുവിന്റെ മക്കളാണോ പാണ്ഡവന്മാരെന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം എന്താ? നിങ്ങൾക്ക് കുട്ടികളില്ല. നിങ്ങൾ ഒരു അനാഥാലയത്തിൽ പോയിട്ട് ഒരു കുട്ടിയെ ദത്തെടുക്കുന്നു. നിങ്ങളായിട്ട് എന്തെങ്കിലും അണ്ടബീജ ബന്ധമുണ്ടോ കുട്ടിക്ക്? 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടിയെ നിങ്ങൾ ദത്തെടുക്കുന്നു. അങ്ങനെ നിങ്ങളുടെ സ്വത്തിന് ഈ കുട്ടിക്ക് അവകാശം ഉണ്ടോ? ഇല്ല. ഉണ്ട് എന്ന് മാത്രമല്ല, ആദ്യം എഴുതി അങ്ങ് വെച്ചു കൊടുക്കണം, എന്നാലേ കുട്ടിയെ വിട്ട് കിട്ടുള്ളൂ. ഇക്കാലത്ത് നിയമമാണ്. 2026 പ്രാക്ടിക്കലായ നിയമമാണ്. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും പാണ്ഡുവിന്റെ മക്കളാണോ എന്ന് ചോദിക്കുന്നവരെ നമ്മൾ എന്താ പറയേണ്ടത് എന്ന് പറയണം. അപ്പൊ അങ്ങനെ നമ്മുടെ വിഷയം സമയമാണ്. ആയി നിർത്തട്ടെ. 10 മിനിറ്റ് നിർത്താം അല്ലേ? നിങ്ങൾ ആവശ്യം പിടിച്ചിരിക്കണ. നാളെ നമുക്ക് വേഗം പറഞ്ഞിട്ട് 18ാമത്തെ പർവ്വം പറഞ്ഞു നിർത്തിക്കളയാം. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ജനിച്ചു 3 മക്കൾ. യഥാകാലം വളർന്നു. യഥാകാലം വളർന്നപ്പോൾ ധൃതരാഷ്ട്രക്ക് പ്രായപൂർത്തിയായപ്പോൾ കണ്ണ് കാണില്ല. കണ്ണ് കാണാത്ത ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കണം. അപ്പോൾ ഗാന്ധാരദേശത്തിലെ രാജകുമാരി ഗാന്ധാരിയെ കുറിച്ച് ആലോചിച്ചു. ഗാന്ധാരം ഇന്നിവിടെയാ? അഫ്ഗാനിസ്ഥാൻ. താലിബാൻ. മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞറ്റു വീണു മനോരമ്യലങ്ക, മഹാദേവി നിൻ കാലിലെ പൊൻചിലങ്ക. കവി വേദനയോടുകൂടി പാടി.
ഗാന്ധാരം അഫ്ഗാനിസ്ഥാൻ, പാഞ്ചാലം പാകിസ്ഥാൻ, ബംഗാളം ബംഗ്ലാദേശ്, ബ്രഹ്മപ്രദേശം മ്യാൻമാർ എല്ലാം വെട്ടി മുറിച്ചു കൊണ്ടുപോയി. 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു എന്റെ അഖണ്ഡ ഭാരതം. ഇന്ന് മോദിജി ഭരിക്കുന്ന ഭാരതത്തിന്റെ വലിപ്പം 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ചുരുങ്ങിപ്പോയി. മറക്കുക വയ്യ മാതാവിൻ മനസ്സിന് വന്ന വേദനകൾ, പൊറുക്കുക വയ്യ ദുഷ്ടന്മാർ